വെൽക്കം ടു അവർ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിസ്ത്യൻ ഗിവിങ്ങിനെ കുറിച്ച് ആണ് സംസാരിച്ചത്. അതിൻ്റെ തുടർമാനമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് കർത്താവിന് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്ത. കർത്താവിന് കൊടുക്കാനായിട്ട് നമുക്കറിയാം, ഒന്നുകിൽ ബാങ്കിൽ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അത് തുറന്ന് അയക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അയക്കാം എന്നൊക്കെ. എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള മനോഭാവം എങ്ങനെയായിരിക്കണമെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്ര വിശ്വസ്തരായിരിക്കണം, കൊടുക്കുക മാത്രമല്ല കിട്ടുന്ന ആളുകളും അതുപോലെ അത് യൂസ് ചെയ്യുന്ന ആളുകളും എത്ര വിശ്വസ്തരായിരിക്കണം എന്നും അതിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ 8-ാം അധ്യായം 2 കൊരിന്ത്യർ 8-ാം അധ്യായവും 9-ാം അധ്യായവും ഈ ക്രിസ്ത്യൻ ഗിവിങ്ങിനെ കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചും ഈ ഔദാര്യം കൊടുക്കുമ്പോൾ അതുവഴി എങ്ങനെ ദൈവത്തിന് മഹത്വം വരുന്നുവെന്നും ദൈവം ഏത് രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്നും ഒക്കെയുള്ള ചിന്തകളാണ് ഇതിലുള്ളത്. അത് ഈ ചിന്തകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രയോജനമായി തരും. നമ്മുടെ ക്രിസ്ത്യൻ ഗിവിങ് ഏത് രീതിയിലാണെന്ന് വിശകലനം ചെയ്യാനായിട്ട് ഇടവരും. ഒരു കഥ ഈ തരണത്തിൽ ഓർക്കുന്ന പറയാം. ഒരു പ്രഭുവിൻ്റെ സ്വകാര്യ വനത്തോട് ചേർന്ന് ഒരു കൃഷിക്കാരനൊരു കോതമ്പ് പാടമുണ്ടായിരുന്നു. ഒരു ദിവസം വേട്ടയാടുന്നതിന് പ്രഭുവിൻ്റെ ദാസന്മാർ ആ കോതമ്പിൻ്റെ പാടത്തിൽ കൂടി കടന്നുപോയി. അങ്ങനെ പാടത്തിലെ കോതമ്പ് വിളയിൽ കുറേ ഭാഗം നശിച്ചു. ഇത് അറിഞ്ഞ് പ്രഭു കൃഷിക്കാരനെ വിളിച്ച് അവനുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. കൃഷിക്കാരന് 50 പൗണ്ടിൻ്റെ നഷ്ടമാണ് ഉണ്ടായത് എന്ന് കണക്ക് കൊടുത്തപ്പോഴേ ആ പണം ഉടൻ തന്നെ ആ പ്രഭു നൽകി. എന്നാൽ വിള കൊയ്ത്തിന് പാകമായപ്പോൾ നശിച്ച ഭാഗത്തു നിന്നും നല്ല വിളവ് ലഭിച്ചു. അതുകണ്ട് കൃഷിക്കാരനെ പ്രഭുവിൻ്റെ അടുക്കൽ പോയി വിളവിൻ്റെ കാര്യം അറിയിക്കുകയും തനിക്ക് ലഭിച്ച നഷ്ടപരിഹാരം തിരിച്ചു നൽകുകയും ചെയ്തു. കൃഷിക്കാരൻ്റെ സത്യസന്ധതയിൽ മതിപ്പ് തോന്നിയ പ്രഭു അവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. താൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നും കർത്താവ് തനിക്ക് എല്ലാറ്റിനും മതിയായവനാണെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ടനായ പ്രഭു നഷ്ടപരിഹാരത്തുക മടക്കി വാങ്ങിയില്ല എന്ന് മാത്രമല്ല, കൃഷിക്കാരൻ്റെ മക്കൾക്ക് സമ്മാനമായി 100 പൗണ്ട് കൂടി കൊടുത്തു. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായി ചെയ്യുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നു. മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നും ഇത് വലിയ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കർത്താവിന് കൊടുക്കുമ്പോഴേ, വിശ്വാസികൾ കൊടുക്കുമ്പോഴേ, അത് കിട്ടുന്ന പാസ്റ്ററായാലും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകനായാലും അല്ലെങ്കിൽ എൽഡറായാലും അത് ഏത് രീതിയിലാണ് അത് വിനിയോഗിക്കുന്നത് എന്നുള്ളതും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ ഔദാര്യത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 9-6 മുതൽ 15 വരെ ഈ ഔദാര്യം ചെയ്യുന്നതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഔദാര്യം ചെയ്യുക മാത്രമല്ല, അനുഗ്രഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഔദാര്യത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പറയുന്ന ഭാവമാണ്. ശരിയായ ദാനം നൽകുന്നതിനെയും സ്വീകരിക്കുന്നതിനെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നൽകുന്നവനെയും അനുഗ്രഹിക്കും, സ്വീകരിക്കുന്നതിനെയും അനുഗ്രഹിക്കും. ഇതാണ് അതിൻ്റെ ഒരു തത്വം. കൊരിന്ത്യരിൽ ഔദാര്യ മനസ്സ് വളർത്തിയെടുക്കാൻ
സ്വീകരിച്ച വിധത്തെ പ്രശംസിച്ചേ മതിയാവുള്ളൂ. അവനതിനെ വിതയോടും കൊയ്ത്തിനോടും ഉപമിക്കുന്നു. 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധന്മാരുടെ ആവശ്യം നിർവഹിക്കുക മാത്രമല്ല, ദൈവത്തിന് മഹത്വവും സ്തോത്രവും ഉയരുവാൻ അത് കാരണമായി തീരും. 11ഉം 12ഉം വാക്യങ്ങളാണ്. ഒരിക്കൽ അന്യരായിരുന്നവരുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുന്നതിൽ സുവിശേഷത്തിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് ഇത് തെളിയിക്കുന്നത്. അത് 13ആം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് ദാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിക്കുന്നു. 14ആം വാക്യം. ദാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം. 14ആം വാക്യത്തിലെ അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും വലിയ ദാതാവായ ദൈവം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഔദാര്യമായി കൊടുക്കുന്നതിൻ്റെ അനുഗ്രഹീത ഫലങ്ങൾ മനസ്സിലാക്കാനായിട്ട് കൃഷി പാടത്തിൽ നിന്ന് രൂപാലങ്കാരം എടുത്തിരിക്കുകയാണ്. വിതയ്ക്കുന്ന വസ്തു നശിക്കുകയോ പാഴായി പോവുകയോ ചെയ്യുന്നില്ല. വിതയ്ക്കപ്പെട്ട വിത്ത് വിലയേറിയ കൊയ്ത്ത് പ്രാധാന്യം ചെയ്യും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും എന്നുള്ളത് പ്രകൃതി നിയമമാണ്. സമൃദ്ധിയായ വിത സമൃദ്ധിയായ കൊയ്ത്ത് പ്രദാനം ചെയ്യും. നമുക്കറിയാം, ഒരു നെൽമണി ഇട്ടാൽ അതിൽ നിന്ന് വരുന്ന ഒരു ഗ്രെയിൻ കിളിർത്ത് വരുന്നതിൽ നിന്ന് 2 or 3 ഇങ്ങനെ കറ്റല്ല, അതിനകത്ത് നെൽക്കതിരുകളാണ് വരുന്നത്. ഒരു കതിരിനകത്ത് ചിലപ്പോൾ 40, 50 അല്ലെങ്കിൽ 100 മണികളൊക്കെ കാണും. അതുപോലെ തന്നെ വിതയ്ക്കുന്നത് അതുപോലെ റിട്ടേൺ ചെയ്ത് വരികയാണ്. ശലോമോൻ ഇതേ പാഠം പറയുന്നതായിട്ട് നമുക്കറിയാം. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ട് ഞെരുക്കമേ ഉള്ളൂ. ശലോമോൻ പറയുന്ന സാദൃശ്യവാക്യം 11:24. 11 സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ചതാണ് 2 കൊരിന്ത്യർ 5:10. ന്യായാസനത്തിന് മുമ്പിൽ വരും, പ്രതിഫലം പ്രാപിക്കും, എന്നാൽ ഒന്നും കിട്ടാതെ പോകാൻ. തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും, നന്മ വിതച്ചാൽ നന്മ. യാക്കോബിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. യാക്കോബ് എന്തോ ചെയ്തേ? അപ്പനെ ചതിച്ച് അനുഗ്രഹം വാങ്ങി. ഉൽപ്പത്തി പുസ്തകം 27. അമ്മായിയപ്പനായ ലാബാൻ യാക്കോബിനെ ചതിച്ചു. റാഹേലിന് പകരം ലേയെ നൽകി. യാക്കോബ് അപ്പനെ ഒന്ന് ചതിച്ചു. അമ്മായിയപ്പൻ യാക്കോബിനെ 10 പ്രാവശ്യം ചതിച്ചു. കോലാട്ടുകൊറ്റനെ കൊന്നതിൻ്റെ തോലുകൊണ്ട് സ്വന്തം കരങ്ങളും കഴുത്തുമൊക്കെ പൊതിഞ്ഞ് വേട്ടിറച്ചിയുമായി ചെന്ന് വൃദ്ധനായ പിതാവിനെ വഞ്ചിച്ചു. വർഷങ്ങൾക്ക് ശേഷം, കുറേ വർഷം കഴിഞ്ഞിട്ടാണ്, തൻ്റെ മക്കള് ഒരു കോലാട്ടിൻകുട്ടിയെ കൊന്ന് യോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി വൃദ്ധനായ യാക്കോബിനെ കബളിപ്പിച്ചതായിട്ട് നമുക്കറിയാം. നന്മ വിതച്ചാൽ നന്മ കൊയ്യും എന്നതിനും ഉദാഹരണമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതെല്ലാം തിന്മ വിതച്ച തിന്മ കൊയ്തതിൻ്റെ ഉദാഹരണമാണ്. അബ്രഹാം മമ്രയുടെ തോപ്പിൽ താമസിക്കുമ്പോൾ 3 പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവർക്ക് വേണ്ടി 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന ഒരാൾക്ക് ഒരിടങ്ങഴി വീഴും. പിൽക്കാലത്തെ ദൈവം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ആളൊന്നിന് ഇടങ്ങഴി വീതം മന്ന നൽകി പോഷിപ്പിച്ചതായിട്ട് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ കാണും. അബ്രഹാം 3 പേരെ പോറ്റിയെങ്കിൽ ദൈവം ഏകദേശം 30 ലക്ഷം ഇസ്രായേലിലെ മന്ന മൂലം പോറ്റിയതായിട്ട് കാണും. മരുഭൂമിയിൽ യാത്ര ചെയ്ത ജനം ഏകദേശം 30 ലക്ഷം ഉണ്ടായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അബ്രഹാം ഒരിക്കൽ പോറ്റി എങ്കിൽ ദൈവം 40 സംവത്സരം
അവൻ്റെ സന്തതിയെ പോറ്റി. ആവർത്തന പുസ്തകം 8:3. അതുകൊണ്ട് ഇവിടെ 9:7 പറയുന്നത്, 2 കൊരിന്ത്യർ 9:7 പറയുന്നത് അവനവൻ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. കൊടുക്കുന്നതിൻ്റെ അളവല്ല, സ്വഭാവമാണ് പ്രധാനം. വാസ്തവത്തിൽ ദാനം ചെയ്യുന്നതിൻ്റെ ഉറവിടം പേഴ്സല്ല, കരമല്ല, ഹൃദയമാണ്. എന്ത് കൊടുക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. കൊടുത്ത തുകയെപ്പോലെ പ്രധാനമാണ് ദാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആത്മാവ്. അതുകൊണ്ട് വൈമനസ്യത്തോടെയോ നിർബന്ധം മൂലമോ കൊടുക്കരുത് എന്ന് നിർദ്ദേശിക്കുകയാണ്. കാരണം സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടാണ് കൊടുക്കേണ്ടത്. ഒരു നിർബന്ധവും പാടില്ല. വിധവയുടെ കാശ് നമുക്കറിയാം, യേശുക്രിസ്തു എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ആ വിധവ ഇടുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ദൃഷ്ടിയെ വിധവയുടെ കാശ് അളവിൽ ചെറുതായിരുന്നെങ്കിലും ആ ദാനത്തിൻ്റെ പിന്നിൽ ആത്മാവ് മൂലം അത് വളരെ വിലയുള്ളതായി കർത്താവ് കണ്ടു എന്ന് കാണുന്നു. ഇതേപോലെ തന്നെയാണ് സമാപന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ വസ്തുവകൾ നൽകുന്നത് സംബന്ധിച്ച് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധാർഹമാണ്. നല്ല മനസ്സോട് തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. പുറപ്പാട് 25:2. നല്ല മനസ്സോട് തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദാനം ചെയ്യുന്നതിന് ഉദാരതയോടെ എന്ന വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. റോമർ 12:8 പറയുന്നതാണ്. പൗലോസ് ആർക്കും ഒരു വരി പോലെ ചുമത്തിയൊന്നുമില്ല, നിങ്ങൾ ഇത്ര തരണമെന്നല്ല. ആണ് ഹൃദയത്തിൽ ആലോചിച്ചതുപോലെ നിശ്ചയിച്ചതുപോലെ ഓരോരുത്തർ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ്. ഔദാര്യം കൊടുക്കുന്നതിന് പൗലോസ് 2 ന്യായങ്ങൾ ഇവിടെ ഹാജരാക്കുകയാണ്. ഒന്ന്, പ്രകൃതിയിലെ ഒരു തത്വം. കൊയ്ത്തിൻ്റെ അളവ് വിതയ്ക്ക് ആനുപാതികമായിരിക്കും. കൊയ്ത്തിൻ്റെ അളവ് വിതയ്ക്ക് ആനുപാതികമായിരിക്കും. കൂടുതൽ വിതയ്ക്കുമ്പോൾ കൂടുതൽ കൊയ്യും. അതുപോലെ തന്നെ സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം ദാനത്തിൻ്റെ വലിപ്പം നോക്കുന്നില്ല, പിന്നെയോ അതിൻ്റെ പിന്നാലെ ആത്മാർത്ഥത ആണ് നോക്കുന്നത്, സന്തോഷമാണ് നോക്കുന്നത്. ഇങ്ങനെ സമൃദ്ധിയായി എപ്പോഴും കൊടുത്തതിനാൽ ഇനി ഒന്നും ശേഷിപ്പില്ലാത്ത നാൾ വരുമെന്ന് ആരും ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ കൊടുക്കാനുള്ള കൃപ നൽകുമെന്ന് മാത്രമല്ല, കൊടുക്കുവാനുള്ള വകയും നൽകും. അതുകൊണ്ട് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ. അനുദിന ജീവിതത്തിൽ കൃപ അനിവാര്യമാണ്. ഒരുവൻ വിശ്വാസിയാണെങ്കിൽ വിവിധ കൃപകൾ അവനിലുണ്ടായിരിക്കും. ആശ്വസിപ്പിക്കാനുണ്ടാവും, ശുശ്രൂഷിക്കാനുള്ള കൃപയുണ്ടാവും, ദാനം ചെയ്യാനുള്ള കൃപ. ദാനം ചെയ്യാനുള്ളൊരു വരമാണെന്ന് നേരത്തെ കഴിഞ്ഞ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. കൃപയില്ലാത്തവൻ ദൈവപൈതലല്ല. അതുകൊണ്ട് അവന് കൃപ പെരുകും. സ്ഥലം പോരാതെ വണ്ണം അവനിലത് പെരുകണം. അതാണ് ആവശ്യം. ഒരിക്കലൊരു സഭാമന്ദിരം പണിയാനായിട്ട് വിദേശത്ത് നടന്നൊരു കാര്യമാണ്. പണിയുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഏകദേശം $8,500 ചിലവായി. എന്നാൽ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു $3,500 കടം വന്നു. പാസ്റ്റർ ഈ കാര്യം സഭയിലെ വിശ്വാസികളെ അറിയിച്ചു. അവിടെ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു, ചാർലിയും അവൻ്റെ ഭാര്യ ലേണിയും. 2 പേര് അവരുടെ വീട് വിൽക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് $3,500 കിട്ടി. ഉടൻ തന്നെ ആ വീടിൻ്റെ പൈസ അവർ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ $3,500 കടമുണ്ടല്ലോ, ഞങ്ങൾ ഈ $3,500 ഞങ്ങളുടെ വീട് വിറ്റ പൈസ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി തരികയാണ്, അല്ലെങ്കിൽ പാസ്റ്ററുടെ ഈ സഭാമന്ദിരം പണിയുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തരികയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ആ സഭയിലുള്ള ആൾക്കാരുടെ എല്ലാം ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് കുത്തുവന്നു, മഹാമനസ്കത വന്ന് അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു അത് വാങ്ങണ്ട എന്ന് പറഞ്ഞു. അവരെല്ലാം കൂടെ ചേർന്ന്, ആ സഭയിലുള്ള എല്ലാവരും ചേർന്ന് ഒരു പിരിവൊക്കെ എടുത്ത് $3,500 നൽകി. ഒരു ഇൻഡയറക്റ്റായിട്ട്
ദൈവം വർക്ക് ചെയ്യുന്ന വിധമാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ തന്നെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്ര ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ട് അവർ യഹോവയ്ക്ക് കൊടുത്തത് 1 ദിനവൃത്താന്തം 29-9 വാക്യമാണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, അവൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു 9 വാക്യം. അതിൽ സങ്കീർത്തനം 112-9 വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ്. നീതിമാൻ തനിക്കുള്ള അത് ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുക്കുകയാണ്. അതിൽ ഈ ധാരാളമായി കൊടുക്കുന്നവർക്ക് ദൈവം ധാരാളമായി കൊടുക്കും, തിരിച്ചു കൊടുക്കും എന്നുള്ളത് ലൂക്കോസ് 6:32 പറയുന്നുണ്ട്. അത് പിൻതലമുറക്കാരുടെ ഒരു സാക്ഷ്യമാണ്. സഹായിക്കുന്ന നീതിമാന്മാരുടെ ഗണത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിനാൽ അവരെ നീതിമാന്മാരുടെ ഗണത്തിൽ അവരെ എണ്ണപ്പെടുകയാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവരെ അവരെ നീതിമാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുകയാണ്. വിതയ്ക്കുന്നവന് വിത്ത് നൽകുവാനും ഭക്ഷിക്കുന്നവന് അപ്പം നൽകുവാനും ദൈവം നിങ്ങളുടെ വിത പൊലിപ്പിക്കും, നിങ്ങളുടെ നീതിവിള വർദ്ധിപ്പിക്കും എന്ന് 10 വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. ഞാൻ ഇവിടെ എൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് പറയുന്ന അവസാനം 15 വാക്യത്തിലെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഈ പ്രോസസ്സ് എന്താണ് നടക്കുന്നത്? നമ്മൾ മനസാക്ഷി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തീരുമാനിച്ച് സന്തോഷത്തോട് ദൈവത്തിന് കൊടുക്കുമ്പോഴേ, അല്ലെങ്കിൽ ഔദാര്യ മനസ്കരായിട്ട് ഈ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴേ അവർ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കാരണമായി തീരും. അവർ ദൈവത്തെ സ്തുതിക്കുവാനായി കാരണമായി തീരും. കാരണം എന്താണ്? അവർക്ക് ഇങ്ങനൊരു ഔദാര്യം വന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായി കാരണമായി തീരും. ദൈവത്തിലേക്ക് സ്തുതി ചെല്ലുമ്പോഴേ പറഞ്ഞു തീരാത്ത ദാനം ദൈവം ഈ കൊടുക്കുന്ന ആളുകളുടെ ജീവിതങ്ങളിലേക്ക് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ദാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെ ഓർത്ത് കൊടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവം അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും എന്നുള്ള ഒരു ചിന്തയും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ഉദാരമായ സംഭാവന ചെയ്യുവാനായിട്ട് എല്ലാ ക്രിസ്ത്യാനികളെയും ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് നമ്മൾ മറന്നു പോരുത്. എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എങ്ങനെയാണ്? ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എങ്ങനെയാണ് സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയും? ഇപ്പോഴും നമുക്കറിയാം, ഈ നോർത്ത് ഇന്ത്യയിലും ഈ പല സ്ഥലങ്ങളിലും ഒന്നും ഈ പാസ്റ്റേഴ്സും ഒക്കെ ഈ കോവിഡ് പീരീഡ് കഴിഞ്ഞോട്ട് ഒരു സപ്പോർട്ടും ഇല്ല. ഇപ്പോഴേ സഭകളൊന്നും തന്നെ ആരും സഹായിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പലരും പട്ടിണി കിടന്നും വേറെ ജോലി ചെയ്തും കൂലിപ്പണി ചെയ്തുമൊക്കെയാണ് ഇപ്പോഴേ നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പാസ്റ്റേഴ്സൊക്കെ ജീവിക്കുന്നത്. അവരെ ആരെങ്കിലും സഹായിക്കാനും അവരെ കരുതാനും ഇല്ലെങ്കിൽ അവരെങ്ങനെ മുമ്പോട്ട് പോകും? അവരുടെ ജീവിതം എങ്ങനെ സന്ധാരണം ഉണ്ടാകും? കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വീട്ടുവാടക വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്ക് നടത്തേണ്ട ഏറ്റവും ആവശ്യമുണ്ട്. ഉള്ളിലോട്ടൊന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വരുമാനം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളുടെ ഒരു ഷെയർ ഞാൻ ഏതെങ്കിലും നല്ല മിഷന് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പള്ളിക്ക് കൊടുക്കാനോ ബിൽഡിങ് പണിയാൻ കൊടുക്കാനോ ഒന്നുമല്ല പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുവാൻ, 2 പാസ്റ്റർമാരെ സപ്പോർട്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ 2 പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ വീട്ടുവാടക കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവർ വരുന്ന ഭക്ഷണത്തിൻ്റെ ചെലവ് കൊടുക്കുവാൻ, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് താല്പര്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ നോർത്ത് ഇന്ത്യ മിഷനുമായിട്ട് ചേർന്ന് ഇപ്പം 6 സ്റ്റേറ്റുകളിലെ പ്രവർത്തനങ്ങളുണ്ട്. ഈ 6 സ്റ്റേറ്റുകളിൽ അനേകം പാസ്റ്റേഴ്സ് ഉണ്ട്. പലർക്കും പല മാസങ്ങളിൽ പൈസ അയച്ചു കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് അറിയാത്ത വഴിയിൽ നിന്ന് നടത്തുന്ന അനുഭവങ്ങൾ ഒരുപാട് പേരുടെ ജീവിതങ്ങളിലുണ്ട്. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോഴേ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴേ പറഞ്ഞു തീരാത്ത ദാനം ദൈവം നമുക്ക് തരും. അതിമഹത്തായ ദൈവകൃപ, അതിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞു തീരാത്ത ദാനം, ബുദ്ധിമുട്ട് തീർക്കാൻ മാത്രമല്ല അനവധി സ്തോത്രം ദൈവത്തിന് വരുവാൻ കാരണമായി തരുന്ന ദാനം.
അവിടെ ക്രിസ്ത്യൻ ഗിവിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വർഷിപ്പ്. അത് നിങ്ങൾ മാത്രമല്ല വർഷിപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ സഹായം അനുഭവിക്കുന്ന എല്ലാവരും ഈ ദൈവത്തെ വർഷിപ്പ് ചെയ്യാനായിട്ട് ഇടവരും എന്നുള്ളത്. അത് മാത്രവുമല്ല, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിത നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കർത്താവെ 2 എപ്പിസോഡിലായിട്ട് ക്രിസ്ത്യൻ ഗിവിങ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഈ 8-9 അധ്യായങ്ങളിൽ നിന്ന് കോരിന്ത്യർക്ക് കർത്താവെ സമൃദ്ധിയായിട്ട് കൊടുക്കുവാനായിട്ട് കർത്താവെ സഭയ്ക്ക് കർത്താവെ പ്രയാസം അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിലിരിക്കുന്നവരെ സഹായിപ്പാനായിട്ട് അവർക്ക് ഇടവന്നു എന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നല്ലോ. യെരുശലേമിലും മക്കതോനിയയിലും ഒക്കെ ഉള്ളവരെ സഹായിപ്പാനായിട്ട് കർത്താവെ അവർക്ക് കൊടുക്കുവാനായി ഇടവന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലും കർത്താവെ ക്രിസ്ത്യൻ മിഷന് വേണ്ടി കൊടുക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളുടെ ഒരു വരുമാനത്തിൻ്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്യുവാൻ ദൈവമേ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഈ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല, അനേകം ആളുകളുടെ സ്തോത്രം നിനക്ക് വരുവാൻ കാരണമായി തീരും. അതുമാത്രവുമല്ല, ഞങ്ങളുടെ ഞങ്ങളുടെ വിത നൽകി പൊലിപ്പിക്കുകയും ഞങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ദൈവം, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിലെ കർത്താവേ നീ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏത് രീതിയിലെങ്കിലും ശുശ്രൂഷയെ സഹായിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കുക ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കാനോ വിളിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ തന്നെ ആ വെബ്സൈറ്റിലുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് metanoia.ministries.in എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് ഉണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.